ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറുന്ന ചാത്തൻപാറ വഴി പുള്ളിക്കാനത്തിനാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളെല്ലാം എൻ്റെ കൂടെ കാണുന്നില്ലേ? അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. വാ. നമുക്ക് പോകേണ്ട വഴി എന്ന് പറയുന്നത് തൊടുപുഴ പൈനാവ് റോഡിന് കാഞ്ഞാറ് നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇത് ശരിക്കും വാഗമണ്ണ് പോകുന്ന വഴി തന്നെയാണ് കൂട്ടുകാരെ. ഇത് നമ്മുടെ പുള്ളിക്കാരൻ യാത്രയിൽ കാഞ്ഞാറിന് കയറി പോന്നിട്ട് കൂപ്പള്ളി കഴിഞ്ഞുള്ള ആ വർഷങ്ങൾക്ക് മുമ്പുള്ള വലിയ മഴക്കാലത്തുണ്ടായ ഉരുൾപൊട്ടൽ ഇതേ സംഭവിച്ച സ്ഥലമാണ് ഇത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ടോ കൂപ്പള്ളി വെള്ളച്ചാട്ടം. എന്ത് ഉയരത്തിൽ നിന്ന് ആ വെള്ളം വന്ന് പതിക്കുന്നതെന്ന് നോക്കിയപ്പോൾ മഴ കുറവായതുകൊണ്ട് വെള്ളശാലം കുറവാണ്. എത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ എന്നാലും അത് കാണാനായിട്ട് ഇവിടെ വരുന്ന ഈ വഴി പോകുന്നവരെല്ലാം ഇവിടെ നിർത്തി കണ്ടിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ ഇതാട്ടോ ഈ ചാത്തൻപാറ. എന്നുവെച്ചാൽ ഇവിടെ വന്ന ചാത്തന്മാരെ ആകർഷിക്കുന്ന ആയതുകൊണ്ടായിരിക്കും അതിന് ചാത്തൻപാറ എന്ന് പേര് വന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞതാണ്. ഇവിടുന്ന് താഴേക്കാണ് 2-3 പേര് പോയി മരിച്ച ഒരു സ്ഥലം ഉണ്ടോ. അതിൻ്റെ താഴേക്ക് ഭയങ്കര ഗവിയാണ് അല്ല. ഇവിടുന്ന് നോക്കിയാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. അതുപോലെ മൂലമറ്റം സ്വിച്ച് യാർഡ് കാണാം. മൂലമറ്റം പവർ ഹൗസിൻ്റെ സ്വിച്ച് യാർഡൊക്കെ ഇവിടെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കാണാം. ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ. നമുക്ക് മൂലമറ്റം അറക്കുളം ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. പിന്നെ ഇവിടുന്ന് ഇത് താഴെ പോയ പിന്നെ സ്ഥിരം 2-3 അപകടം നടന്ന പിന്നെ ഇവിടെ സൈഡ് എല്ലാം കമ്പിവേലി വെച്ചിട്ടുണ്ട്. കമ്പിവേലി പണി നടന്നുകൊണ്ടിരിക്കുക. ഈ വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് നോക്കാൻ നേരത്ത് നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതി വിരുന്നൊരുക്കിയ അനേകം കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. അതുപോലെ ഈ പാറക്കെട്ട് വെട്ടിയിറങ്ങിയാണ് ഇതിക്കിടെ ഈ റോഡുകൾ നിർമ്മിച്ചേക്കുന്നത്. ഇനി ഇവിടുന്ന് താഴേക്ക് നോക്കാൻ നേരത്ത് അഗാധമായ ഒരു കൊക്ക തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പേടി വരും. അത്രയും താഴ്ചയിലേക്ക് ഒരു മരങ്ങളോ ഒന്നുമില്ലാതെ പാറ നീണ്ടു കിടക്കുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വഴിയിൽ കൂടി മുന്നോട്ടുള്ള യാത്രയിൽ അനേകം നല്ല നല്ല പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കണ്ടാട്ടോ നമ്മുടെ യാത്ര. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന അനേകം സ്ഥലങ്ങളുണ്ട്. അതിലേക്ക് ഏതാനും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാട്ടോ നമ്മൾ കയറി വന്ന വഴിയാട്ടോ ആ കാണുന്നത്. ഈ വഴി കയറി വന്ന് ഇതിൻ്റെ ടോപ്പ് കൊണ്ട് ഈ കയറ്റം തീരുവാണ്. അപ്പോൾ നമ്മൾ ഈ കയറ്റം എല്ലാം കയറി അങ്ങ് വരാതെ അടുത്ത് കയറ്റം തീരുന്നോടത്ത് തന്നെ അതേ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, കുറച്ച് ഉള്ളിലായിട്ട്. കളരിക്കാവ് ഭഗവതി ക്ഷേത്രം. ജീപ്പ് റോഡാണ്. നമുക്ക് ഇത് കാണാലോ, ജീപ്പ് റോഡാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിക്കടെ തന്നെയൊക്കെയാണ് കയറി വരുന്നതെങ്കിൽ പേടിയാവും കേട്ടോ. ഇവിടെ രണ്ട് സൈഡും തിട്ടയാണ്. അതിൻ്റെ ഇടുക്കിക്കിടിയുള്ള ആണ് ഈ റോഡ്. അവിടെ കയറി ചെന്നാൽ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നമുക്കൊന്ന് പോയി നോക്കാം. നടന്ന് കയറി ഇവിടെ വന്നിട്ടോ. ഇവിടെ വന്നപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ളിലാട്ടോ കളരിക്കവ്. ഇവിടെ അന്യർക്ക് പ്രവേശനം ഇല്ലയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കൂട്ടിയിട്ട് അകത്തേക്ക് കയറത്തില്ല എന്ന് തോന്നുന്നു. നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അകത്ത് മൊത്തം മരങ്ങളാണ്. ഒരു വലിയൊരു വീടാണോ എന്താണോ ഏതായാലും ഇത് ശരിക്കും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ അമ്പലമാണോ എന്നുള്ളത്. ഇവിടെ കയറി വന്നപ്പോൾ നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ ഈ കാവ് സ്ഥിതി ചെയ്യുന്ന കാഴ്ച എത്ര സുന്ദരമാണെന്നറിയാവോ. നമ്മളിവിടെ കയറി വന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ സാധിക്കുകയില്ല. നമ്മുടെ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കുക. അതുകൊണ്ട് നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊന്നും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ.
അപ്പോൾ ഞങ്ങൾ ഈ 1 കിലോമീറ്റർ ഇങ്ങോട്ട് ഉള്ളിലേക്ക് നടന്നു കയറി പോന്നാലും പക്ഷേ അതിന് പ്രയോജനം ഉണ്ടായില്ല കേട്ടോ. ഇവിടുത്തെ അമ്പലം ഈ കാവ് പൂട്ടിയിട്ടേക്കുക. അതിൻ്റെ അകത്തേക്ക് അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ചാൽ അതിന് തുറക്കുന്ന സമയമൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്നാലും ഇവിടെ വന്ന ഒരു അപാര കാഴ്ച തന്നെയാണ്. അത് മൂലമറ്റം, അറക്കുളം, കാഞ്ഞാറ്, അതൊരു ഭയങ്കര കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ ഇങ്ങനെ വരാൻ നേരത്ത് ഇതേ മലനിരകൾ, നമ്മൾ വലകെട്ട്, അതുപോലെ അയ്യവാള മലനിരകളാണ് കാണുന്നത്. ആ മലനിരകളെല്ലാം ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുള്ള കേട്ടോ. അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കുന്നിൻ ചെരുവുകൾ നല്ല പച്ചപ്പുൽ വിരിച്ച് നിൽക്കുന്ന നല്ല മനോഹരമായ കാഴ്ച. അതുപോലെ ഇതാട്ടോ കാവ്, ഇതിൻ്റെ ഉള്ളിലാണ് കാവ് കണ്ടോ, ചെറിയൊരു കെട്ടിടം പോലെ കാണുന്നത് അതാട്ടോ കാവ്. എങ്ങനെയായാലും ഇതേ ഇങ്ങോട്ട് കയറി വന്നാലും മുതലുണ്ട്. കാവ് കാണാൻ പറ്റിയില്ലെങ്കിലും നല്ല മനോഹരമായ കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ അതേ വാഗമൺ മലനിരകൾ അതേ എത്ര ഭംഗിയായിട്ട് അവിടെ ഉയർന്നു നിൽക്കുന്നത്. നമ്മൾ ചാത്തമ്പാറ വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് കയറി വരാൻ നേരത്ത് കയറ്റം തീരുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടുന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയാൽ നമുക്ക് വാഗമണിൻ്റെ ഒരു കാഴ്ചകൾ തന്നെയാണ് ഇവിടുന്ന് ഇനി അങ്ങോട്ട് കാണാനുള്ളത്. ഈ വഴി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ചെറിയ കുന്നിൻ മുകളിലൊക്കെ കയറി നിന്ന് നോക്കാൻ നേരത്ത് നമുക്ക് വ്യത്യസ്തമായ നല്ല അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പുള്ളിക്കാനം വ്യൂ പോയിൻ്റ് അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിർത്തി എത്ര മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ഒന്നും നമുക്ക് വണ്ടി നിർത്തി കാണാതെ ഇരിക്കാൻ തോന്നൂല. എല്ലാം കണ്ടേ നമ്മൾ യാത്ര ചെയ്യുന്നുള്ളൂ. രക്ഷയില്ല കേട്ടോ. മൊത്തം ഇവിടെ എല്ലാം ചെറിയ ചെറിയ കുന്നുകളും മൊട്ടക്കുന്നുകളും ആ പുൽമേടുകൾ കാണാനുണ്ടല്ലോ. നല്ല പരവതാനി വിരിച്ച പുൽമേടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ കുന്നിൻ്റെ മുകളിൽ കയറാൻ നേരത്തും വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള കുന്നിൻ്റെ മുകളിലൊക്കെ കയറാൻ നേരത്ത് വ്യത്യസ്തങ്ങളായ നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇനി ഈ കുന്നിൻ്റെ മുകളിലേക്കൊക്കെ കയറി വരാനായിട്ട് അവിടെ ചെറിയ ജീപ്പ് വഴികളും അങ്ങനെ നടന്നു കയറി ചെല്ലാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാലും നമുക്ക് ഇല്ലിക്കക്കല്ലിൻ്റെ നല്ല മനോഹരമായ ഒരു ദൃശ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പുള്ളിക്കാനം വ്യൂ പോയിൻ്റ് അവിടെ നിന്ന് കാണുമ്പോൾ ഉള്ള കാഴ്ച കേട്ടോ. എത്ര അഴകായ നിൽക്കുന്ന നമ്മുടെ ഇല്ലിക്കക്കല്ല് കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എത്ര മനോഹരമായ കാഴ്ച. ഈ ഒന്നും പറയണ്ട കേട്ടോ. അവിടെ ആ മലനിരകൾ നീണ്ടു കിടക്കുന്ന, അതുപോലെ തന്നെ അങ്ങ് പോകുന്ന അതേ പേടക്കല്ല് മല കേട്ടോ. ആ പേടക്കല്ലിൻ്റെ വീഡിയോ ഇതിക്ക് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ഡോട്ടായിട്ട് ഒരു കല്ല് പോലെ നിൽക്കുന്ന അതിൻ്റെ അറ്റത്ത് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതൊക്കെ വീഡിയോ ഞാൻ ഇതിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ആ മലക്കടെ എങ്ങ് പോന്നാൽ നമുക്ക് ഈ വാഗമൺ എത്തിച്ചേരാം. കൂട്ടുകാരെ, എന്നെ അടിപൊളി സ്ഥലമാണെന്ന് പറയുന്നത് നമ്മുടെ ഈ പുള്ളിക്കാനം എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടംപോലെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാനുള്ളത്. അതുപോലെ നമ്മൾ ഇവിടെ വന്നു തേയിലത്തോട്ടങ്ങൾ, അതുപോലെ ഇവിടെ നിന്നുള്ള ആ വ്യൂ പോയിൻ്റ് നോക്കാൻ നേരത്തെ ഇരിക്കക്കല്ലും, പിന്നെ ഞാൻ ഇരിക്കും മുമ്പ് പോയേക്കുന്ന പേടക്കല്ല്, അയ്യവാള എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇവിടുന്ന് കാണാട്ടോ. എത്ര ഭംഗിയാണെന്നറിയാമോ. എന്നുവെച്ചാൽ നമുക്ക് ഒന്നും പറയാനില്ല. ഇവിടെയൊക്കെ
ചുമ്മാ വന്നാലും നമുക്ക് ഇതിക്കടെ റോട്ടിൽ കൂടെ പോയാലും തന്നെ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. അതുപോലെ ഇവിടുത്തെ നമ്മുടെ ഒത്തിരി ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാട്ടോ നമ്മുടെ ഇപ്പോൾ ഈ വളവും പിന്നെ ഇതിൻ്റെ താഴേക്കുള്ള സ്ഥലങ്ങളൊക്കെ. അവിടെ മിക്കവാറും തന്നെ ഫിലിം ഷൂട്ടിങ്ങും പിന്നെ റീലിൽ കൂടിയൊക്കെ നല്ല അടിച്ച് കയറിയേക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ഇവിടെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ. ഇവിടെ സഞ്ചാരികൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരാട്ടോ ഇവിടെ വന്ന് നിർത്തി ഇവിടെ കണ്ടിട്ട് പോകാനുള്ളത്. ഇവിടെ കണ്ടിട്ട് പോകാൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാൻ, കണ്ടിട്ട് പോകാനൊക്കെ ഒത്തിരി നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അതുപോലെ പുൽമേടുകളും പാറക്കെട്ടുകളും പിന്നെ പക്ഷിപാതാളം. ഇവിടെ വന്ന് നമുക്ക് സമയമെടുത്ത് വരുവാണെങ്കിൽ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഈ അതായത് കാഞ്ഞാറും പുള്ളിക്കാനത്തിനും ഇടയ്ക്ക് തന്നെ നമുക്ക് ഒരു ദിവസം തന്നെ കാണാനുള്ള അനേകം കാഴ്ചകളുണ്ട് അതിൻ്റെ ഉള്ളിലേക്കുള്ള. അതുപോലെ ജീപ്പ് സവാരികളൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ വാഗമണെന്നൊക്കെ ജീപ്പ് സവാരി അങ്ങനെ എല്ലാം ഉണ്ട്. ഇത്ര നല്ല കാഴ്ചകളുള്ള നല്ലൊരു സ്ഥലമാണ്. ഇത്രയും നേരം നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പച്ചപ്പുൽമേടുകൾക്കിടയിൽ കൂടിയുള്ള യാത്രയായിരുന്നു. ഇനി നമ്മുടെ അടുത്ത യാത്ര തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞു വളഞ്ഞ നല്ല അടിപൊളി സ്ഥലങ്ങൾ കണ്ടാണ് നമ്മുടെ യാത്ര. ഈ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യമാണെന്ന് തോന്നും. ഇതൊക്കെ നമ്മുടെ ഇടുക്കിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഇങ്ങോട്ടുള്ള യാത്രയിൽ എത്ര വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളതെന്ന് പറയാം. നമ്മൾ ഇത്രയും നേരം നമ്മൾ പുൽമേടുകൾ കണ്ടാണ് കയറി വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വളവും കഴിഞ്ഞ് കയറി ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ മൊത്തം കാണാനുള്ള തേയിലത്തോട്ടങ്ങൾ ഒരു നീണ്ട നേരം. അതായത് ഇങ്ങോട്ട് വന്ന വാഗമണ് പുള്ളിക്കാരൻ സൈഡിലേക്ക് വന്ന തേയിലത്തോട്ടങ്ങൾ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. ആ പച്ചപ്പും അതിനിടയ്ക്കുള്ള ലയങ്ങൾ, ഈ ലയങ്ങളൊക്കെ എത്ര വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് ആർക്കും അറിയാമോ? വളരെ വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് പറഞ്ഞിട്ട് അത് മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നുമില്ല. അതിൻ്റെ ഇടയ്ക്കേക്കുള്ള ആ റോഡും വളഞ്ഞു വളഞ്ഞുള്ള റോഡുകളും പിന്നെ കുറേ സ്ഥലങ്ങളിൽ തേയിലയൊക്കെ കവാത്ത് ചെയ്ത് നിർത്തിയേക്കുന്ന ആ കാഴ്ചകളും ഇതൊക്കെ നമുക്ക് ഈ ഇങ്ങോട്ടുള്ള യാത്രയിലെ നമ്മളെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. നല്ല മനോഹരമായ കാഴ്ചയല്ലേ? ഈ പച്ചപ്പുകളൊക്കെ കാണാൻ നേരത്ത് നമുക്ക് പച്ചപ്പിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യം എന്ന് തന്നെ നമുക്ക് തോന്നും. ഉണ്ട് അതിൽ വെയിലടിക്കാൻ നേരത്തുള്ള ആ കളറും ഇതിനിടയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കാറ്റാടി മരങ്ങളിലെ ആ കാഴ്ചകളൊക്കെ അങ്ങ് ദൂരെ ചെറിയ മലഞ്ചെരുവുകളൊക്കെ കാണാൻ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്ന ഒരു പ്രതീതി തോന്നും. നമ്മൾ ഈ നല്ല നല്ല കാഴ്ചകളെല്ലാം കണ്ടുവന്നു. ഇനി നമ്മൾ ഇവിടുത്തെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന മനോഹരമായ ആ പള്ളിയുടെ മുറ്റത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇത് ഇവിടുത്തെ തേയിലത്തോട്ടത്തിൽ അവർ ഉച്ചത്തെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അവർ വീണ്ടും തേയില കൊളുന്തുന്നുള്ളാൻ പോകുന്ന കാഴ്ച കേട്ടോ ഈ കാണുന്നത്. ഇതാട്ടോ പുള്ളിക്കാരൻ സെൻറ്റ് തോമസ് പള്ളിയുടെ റൂട്ടിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അതായത് തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആ മനോഹരമായ പള്ളിയുടെ കാഴ്ച ഒരു അപാര കാഴ്ച തന്നെയാണ്. അതിന് മുന്നിൽ എവിടെ നോക്കിയാലും തേയിലത്തോട്ടവും മാത്രമേ ഇവിടെ കാണാനുള്ളൂ. അതുപോലെ ഇത് വീഡിയോയിൽ കൂടി മറ്റുള്ള റീൽസിൽ കൂടിയൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ പള്ളിയുടെ ആ കാഴ്ച ഒരു അപാര കാഴ്ച തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ പള്ളിയുടെ മുറ്റത്തേക്ക് നമുക്കൊന്ന് കയറി ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ പള്ളി കാണാൻ എത്ര ഭംഗിയല്ലേ? തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു എടുപ്പും കൂടിയുണ്ട് ഈ പള്ളിക്ക്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ മുറ്റമൊക്കെ പുല്ലൊക്കെ വെച്ച് ഇതിന് നല്ല ഭംഗിയായിട്ട് ഇത് ചെയ്തേക്കുന്നു കേട്ടോ. ഇത് രസമാണെന്നറിയാമോ? മൈതാനം പോലെ നമുക്ക് തോന്നുന്ന നല്ല കാഴ്ചയാണ് ഈ പള്ളിയുടെ മുറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പള്ളിയും പള്ളി പരിസരമൊക്കെ കാണാൻ എന്നാ ഭംഗിയാണെന്നറിയാമോ? എവിടെ നോക്കിയാലും പച്ചപ്പ്.
പള്ളിയുടെ ചുറ്റുപാടും നോക്കിയാൽ തേയിലയുടെ പച്ചപ്പ്, പള്ളിയുടെ മുറ്റത്ത് വന്നാൽ നല്ല പുല്ല് നട്ടുവെച്ച് അതിൻ്റെ പച്ചപ്പ്, പിന്നെ ഇതിൻ്റെ സൈഡിൽ മൊത്തം നല്ല ചെടികൾ നട്ടുവെച്ചേക്കുന്ന ആ മനോഹരമായ ഈ കാഴ്ചകളൊക്കെ എത്ര നല്ല കാഴ്ചയാണ് നമ്മുടെ ഈ പള്ളിമുറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറയാൻ വാക്കുകളില്ല, അത്ര നല്ല കാഴ്ചകളാണ് ഈ പള്ളിയുടെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആരെ ആകർഷിക്കുന്ന ഒരു അടിപൊളി ഒരു പള്ളി. ഇവിടുന്ന് നോക്കുമ്പോൾ ദൂരെ നീണ്ടു നിവർന്നു കിടക്കുന്ന മലനിരകൾ, ഇതെല്ലാം ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് കാണുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ്. അത് കൂട്ടുകാരെ, എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അതായത് നമ്മുടെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അതായത് നമ്മുടെ കാഞ്ഞാറിന്ന് ഇങ്ങോട്ട് കയറി പോരാൻ നേരത്ത് നമുക്ക് വിവിധങ്ങളായ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൊച്ചൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു കാഴ്ചയുമായി കാണുന്നവരെ ബൈ ബൈ.